സുബഹി നിസ്കാരം കഴിഞ്ഞ് പതിവ് പോലെ അള്ളാഹുവിൻ്റെ ഹബീബ് ഫാത്തിമയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ കാണുന്നത് പോലെയല്ല ഫാത്തിമയുടെ മുഖം. അള്ളാഹുവിൻ്റെ ഹബീബ് കാര്യം അന്വേഷിച്ചു. ഫാത്തിമ ബീവി പറയുകയുണ്ടായി, ഇന്നലെ രാത്രി അലിയാർ തങ്ങളുമായി ചെറിയ സംസാരം ഉണ്ടായി. അതിനുശേഷം അലിയാർ തങ്ങളെ ഇറങ്ങിപ്പോയി, പിന്നെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് പുത്രിയായ ഫാത്തിമ ബീവി കരയാൻ തുടങ്ങി. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സഹിലിനെ അയക്കുകയാണ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. പള്ളിയിലുണ്ടെന്ന് വിവരം അറിഞ്ഞ ഉടൻ അള്ളാഹുവിൻ്റെ ഹബീബ് പള്ളിയിലേക്ക് പോയിട്ട് അലിയാർ തങ്ങളെ കണ്ടപ്പോൾ, മണ്ണ് പുരണ്ടതായി കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് വിളിക്കുന്നുണ്ട്, അബു തുറാബ്, മണ്ണ് പുരണ്ടവരെ. പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനെ കണ്ട മാത്രയിൽ അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് ചോദിക്കാണ്, അല്ല തങ്ങളെ, തങ്ങൾ എന്താ ഇവിടെ? സംഭവം അറിഞ്ഞതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടിപ്പോവാണ്. എന്നിട്ട് ഫാത്തിമ ബീവിയോട് മാപ്പ് പറയാണ്. ശേഷം അലി റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഈ അബു തുറാബ് എന്നുള്ള വിളി. അതല്ല നമ്മുടെ പാഠം. നമ്മുടെ പാഠം ഈ കുടുംബ ജീവിതത്തിൻ്റെ ഒരു രസം, ഒരു ഭംഗി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇണങ്ങിയും പിണങ്ങിയും പൊരുത്തപ്പെട്ടും കഴിയുമ്പോഴാണ് കുടുംബജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാവുക.